കേരള സാഹിത്യ അക്കാദമി ഒരു അവാർഡ് പ്രഖ്യാപിച്ചത്. വലിയ ആക്രമണങ്ങളും വിമർശനങ്ങളും തുടർന്നുണ്ടായി. ആ ദിവസം പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുകയായിരുന്നതിനാൽ ഇതൊന്നും ഞാൻ അറിഞ്ഞതേയില്ല. രാത്രി യോഗം പിരിഞ്ഞു കഴിഞ്ഞാണ് വിവരമറിഞ്ഞത്. ഉടനെ അവാർഡുകൾ സംബന്ധിച്ച് വളരെ മുൻപ് തന്നെ സ്വീകരിച്ചിട്ടുള്ള നിലപാട് പരസ്യപ്പെടുത്തി. ഉടനെ അവാർഡ് നിരസിച്ചതിനെക്കുറിച്ചായി പരിഹാസം. അവാർഡ് സ്വീകരിച്ചിരുന്നെങ്കിൽ ആ പരിഹാസമാണ് പ്രഖ്യാപിച്ചപ്പോഴുണ്ടായത്. നിരസിച്ചപ്പോൾ പുതിയ പരിഹാസം. അവാർഡ് സ്വീകരിച്ചാലും നിരസിച്ചാലും ആക്രമിക്കണം, പരിഹസിക്കണമെന്നത് ആദ്യമേയുള്ള തീരുമാനമാണ്. നിങ്ങൾ എന്തു ചെയ്താലും നിങ്ങൾ ആക്രമിക്കപ്പെടും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതിൻ്റെ കാരണം നിങ്ങളുടെ രാഷ്ട്രീയമാണ്, അതുമാത്രമാണ്. ഇനി അവാർഡിന് അർഹമായി തിരഞ്ഞെടുത്ത പുസ്തകത്തെക്കുറിച്ചാണ് കുറച്ചായി വലിയ അസ്വസ്ഥതകൾ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഇത്തരത്തിലുള്ള വങ്കത്തരങ്ങൾക്കെതിരെ പലപ്പോഴും ചെയ്യുന്നത് പോലെ നിശബ്ദത പാലിക്കുക എന്നതായിരുന്നു ഇപ്പോഴും സ്വീകരിക്കാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ഇത് ഏതാനും ചില മലിനമനസ്കന്മാരിൽ മാത്രമല്ല, അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെങ്കിലും കേരളത്തിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു ടെലിവിഷൻ ചാനലും എടുത്ത് തലയിൽ വയ്ക്കുന്നു. ചാനൽ വേറെയൊന്നുമല്ല, ജമായത്തിൻ്റെ ചാനലാണ്. ജമായത്ത് സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഒരു അസോസിയേറ്റ് ഘടകകക്ഷിയെങ്കിലും ആവാനുള്ള തത്രപ്പാടിനിടയിൽ ഇതൊക്കെ സ്വാഭാവികമായി കടന്നു വരും എന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ. എങ്കിലും അത്തരമൊരു ഘട്ടത്തിൽ അതിനെക്കുറിച്ചും രണ്ട് വാക്ക് പറയാതെ നിർവാഹമില്ല. DC ബുക്സ് പ്രസിദ്ധീകരിച്ച പൂക്കളുടെ പുസ്തകത്തെക്കുറിച്ചാണ് വിമർശനം. അതൊരു തല്ലിപ്പൊളി പുസ്തകമാണ്, അത് കൊള്ളാത്ത പുസ്തകമാണ്, അത് കോപ്പിയടിച്ച പുസ്തകമാണ് എന്നിങ്ങനെ പോകുന്നു വിമർശനങ്ങൾ. ആ വിമർശനങ്ങൾക്ക്, അത്തരം പൊതുവിമർശനങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. അത് വായനക്കാർ തീരുമാനിച്ചു കൊള്ളട്ടെ. ആ പുസ്തകത്തിൽ തന്നെ, ആമുഖത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്കിത് സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. അത് വായനക്കാരൻ്റെ സ്വാതന്ത്ര്യമാണ്. ഏത് പുസ്തകത്തിൻ്റെയും വിധികർത്താക്കൾ വായനാ സമൂഹമാണ്. മാത്രവുമല്ല, ആ പുസ്തകത്തിൻ്റെ ആമുഖം ആരംഭിക്കുന്നത് തന്നെ ഇതൊരു സസ്യശാസ്ത്ര ഗ്രന്ഥമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഗഹനമായ മാനങ്ങളുള്ള പഠനവുമല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണത്? അത് പൂക്കളെക്കുറിച്ചുള്ള ചില കുറിപ്പുകൾ മാത്രമാണ്. അത് വായിച്ച് താല്പര്യമുള്ളവരത് സ്വീകരിക്കും, അല്ലാത്തവരത് തള്ളിക്കളയും. അത്രമാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ആരോപണം, ഇത് കോപ്പിയടിയാണ്. എന്ത് കോപ്പിയടി? ആ പുസ്തകത്തിലെ 11 അധ്യായങ്ങളും ഒരർത്ഥത്തിൽ ഓർമ്മക്കുറിപ്പുകൾ കൂടിയാണ്. 10 പൂക്കളെയും ഒരു വൃക്ഷത്തെയും കുറിച്ചാണ് പുസ്തകം. അത് തിരഞ്ഞെടുത്തത് വ്യക്തിപരമായ കാരണങ്ങളാലാണ്. എനിക്ക് ആകർഷകത്വം തോന്നിയ പൂക്കളെക്കുറിച്ച്, എന്നിൽ സവിശേഷ ശ്രദ്ധയുണർത്തിയ പൂക്കളെക്കുറിച്ച് ആത്മനിഷ്ഠമാണ്, എൻ്റെ അനുഭവങ്ങളാണ്. അങ്ങനെയുള്ള പൂക്കളെക്കുറിച്ച് പറഞ്ഞ് പിന്നീട് ചരിത്രത്തിലും രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലുമൊക്കെ ആ പൂക്കൾക്കുള്ള ഇടം, എനിക്ക് ലഭിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആ കുറിപ്പുകൾ. അത്രയുമേ ഉള്ളൂ. അത് എങ്ങനെയാണ് കോപ്പിയടിക്കുക? ഇനി 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായി എന്ന് നമ്മൾ പറഞ്ഞാൽ ഉടനെ ഇത് വിക്കിപീഡിയയിൽ നിന്നെടുത്തതാണ് എന്ന് വേണമെങ്കിൽ പറയാം. 100 കണക്കിന് പുസ്തകങ്ങളിലും ഈ വാചകം ഉണ്ടാവും. ഇനി അത്തരമൊരു വസ്തുതയെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് നവമാധ്യമമായാലെന്ത്, മറ്റൊരു പുസ്തകമായാലെന്ത്? നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ വിവരം നിങ്ങൾ സ്വീകരിച്ചാൽ മറ്റാർക്കെന്ത് ഛേദം? അതിൽ പരാമർശിക്കുന്ന അനുഭവതലം കഴിഞ്ഞാൽ ബാക്കി വരുന്ന പൂക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ, ആ വിവരങ്ങളൊന്നും ഞാൻ സ്വപ്നം കണ്ടതല്ല, പാരമ്പര്യമായി എനിക്ക് കിട്ടിയതുമല്ല. ഞാനത് ശേഖരിച്ചതാണ്. അതിന് ധാരാളം പുസ്തകങ്ങളെയും നവമാധ്യമങ്ങളെയും ഉപയോഗിച്ചിട്ടുമുണ്ട്. രഹസ്യമല്ല, അത് ആമുഖത്തിൽ എഴുതി വച്ചിട്ടുമുണ്ട്. അക്ഷരമറിയുന്നവരൊക്കെ അത് വായിച്ചിട്ടുമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ജമായത്ത് ചാനലിലെ പ്രകോപിതനായ മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം പുസ്തകത്തിന് തീർപ്പ് കൽപ്പിക്കുന്നത് അത് വായിക്കാതെയാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അതെൻ്റെ ആരോപണമല്ല. അദ്ദേഹം പറയുന്നു, ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല എന്ന്. പുസ്തകം വായിക്കാതെയും പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായം പറയാം എന്ന് അദ്ദേഹം തെളിയിക്കുകയാണ്. എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. ആ പുസ്തകത്തിൽ
എനിക്ക് ലഭിച്ച വിവരങ്ങൾ മറ്റു പുസ്തകങ്ങളിൽ നിന്നാണ്, നവമാധ്യമങ്ങളിൽ നിന്നാണ് എന്ന് ആ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലഭിച്ച പുസ്തകങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അതിൽ കൊടുത്തിട്ടുമുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ.